ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കർക്കിടക മാസം കഴിയാറായി, രാമായണ മാസം കഴിയാറായി. ഇനിയിപ്പോൾ ആകെ 2-3 ദിവസം കൂടിയുള്ളൂ കേട്ടോ. നമുക്ക് സൺഡേ ആണല്ലോ, തിങ്കളാഴ്ചയാണല്ലോ നമുക്ക് ചിങ്ങം 1 വരുന്നത്. അപ്പോൾ സൺഡേ എത്താം. അപ്പോൾ ഇനി 2-3 ദിവസം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കും. പലതരത്തിലുള്ള കഞ്ഞി കുടിക്കും. ചിലര് അതായത് ആയുർവേദം കഞ്ഞി ഉണ്ടല്ലോ, അങ്ങനത്തെ കഞ്ഞി ചിലവര് കഴിക്കും. വാങ്ങിയിട്ട് അതിന്റെ കിറ്റെല്ലാം മേടിച്ചിട്ട് അങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കും. അല്ലാത്തവര് ചെറുപയർ കഞ്ഞി, ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി, അങ്ങനെ പലതരം കഞ്ഞികളുണ്ട്. നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കഞ്ഞിയൊക്കെ കഴിക്കും. ഞങ്ങൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ. നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് അയ്യൊരു കഞ്ഞിയൊന്നും കുടിക്കത്തില്ല. ഞാൻ കുടിക്കാറാകെ ചെറുപയർ കഞ്ഞി, ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി, ഇത് മൂന്നും കുറച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മള് കുറച്ചും വർഷങ്ങൾക്ക് മുന്നേ, അതായത് എനിക്ക് വലുതായ ശേഷം, അതായത് കോളേജിൽ ആ ടൈമൊക്കെ ഉള്ള സമയത്ത് ഇതുവരെ കർക്കിടക മാസത്തിൽ അമ്മ കഞ്ഞി വീട്ടിൽ വയ്ക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കുടിച്ച് നമുക്ക് ഇങ്ങനെ 3 ദിവസം കഴിക്കും. ഒരു ദിവസം ചെറുപയർ കഞ്ഞിയാണെങ്കിൽ 3 ദിവസം ചെറുപയർ കഞ്ഞി, പിറ്റേ ദിവസം ജീരകക്കഞ്ഞി, ലാസ്റ്റ് ഉലുവക്കഞ്ഞി, അങ്ങനെ എന്തോ പറ്റിയാണ് ഈ 3 കഞ്ഞി കുടിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചിലവിടെ ഒന്നും കഴിക്കാറില്ല. ഇവിടെ ഏട്ടന്റെ വീട്ടിൽ വെറും ചെറുപയർ കഞ്ഞി മാത്രമേ കഴിക്കുള്ളൂ. വേറെ 2 കഞ്ഞി ഇവിടെ അധികം ഇഷ്ടമല്ല. അപ്പം ഞാൻ 3 കഴിക്കട്ടെ. ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അവിടെ വീട്ടിൽ ഉലുവക്കഞ്ഞി, ജീരകക്കഞ്ഞി ആയിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നു. അപ്പം ചെറുപയർ കഞ്ഞി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ചെറുപയർ കഞ്ഞി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. 3 ദിവസം കഴിക്കും. അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ ചിലർ ഈ ടൈമിൽ സൂപ്പ് കഴിക്കുമല്ലോ, അതായത് കോഴിന്റെ, ആട്ടിന്റെ ഈ സൂപ്പ് കഴിക്കും. ഞാനൊന്നും കഴിക്കത്തില്ല. വയസ്സായ അമ്മമാരൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പുകളൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. ഒരു വിശ്വാസം, കർക്കിടക മാസത്തെ കഴിച്ചാൽ അത് നല്ലതാണെന്നൊരു വിശ്വാസമാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ്. അതിൽ നമ്മൾ കുഞ്ഞൊരു വ്ലോഗും പിന്നെ അതിൽ നമ്മൾ കഞ്ഞിന്റെ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കഞ്ഞി വെക്കലടിക്കും കേട്ടോ. നമ്മളിവിടെ പുറത്തല്ല വെക്കുന്നത് കഞ്ഞി. അതായത് ഇവിടെ അമ്മമ്മ എന്ന് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അമ്മമ്മ വന്നിട്ട് പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ല മട്ടരി അരിയുടെ കഞ്ഞിയാണ്, നല്ല നെല്ലുകുത്തി അരിയുടെ കഞ്ഞി വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് നെല്ല് കുത്തിയിട്ട് അതിൽ കഞ്ഞി വെക്കുക പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കതോട്ടോ ഇഷ്ടം. അപ്പം നമുക്ക് കഞ്ഞി വെക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുപ്പിൽ നന്നായിട്ട് കഞ്ഞി നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഇരിക്കും. ബാക്ക് സൈഡിലാണ് നമ്മൾ അടുപ്പ് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ മൊത്തം 3 അടുപ്പുണ്ട്. ഇവിടെ ഒരു അടുപ്പുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു അടുപ്പ് ഇവിടെ ഉണ്ട്. ഇത് 2ാമത്തെ അടുപ്പ്. ഇത് 3ാമത്തെ അടുപ്പ്. അങ്ങനെ മൊത്തം 3 അടുപ്പുണ്ട് കേട്ടോ. കാരണം നമുക്ക് അകത്ത് തന്നെ നമുക്ക് ഗ്യാസിന്റെ അടുത്ത് തന്നെ ഒരു അടുപ്പുണ്ട്. അവിടെ നമ്മൾ കത്തിക്കാറില്ല, കാരണം കരിയെല്ലാം പിടിക്കുമ്പോൾ നമ്മൾ കത്തിക്കാറില്ല. പിന്നെ പുറത്ത് വർക്ക് ഏരിയയിൽ വന്നിട്ട് ഒരടുപ്പ് കൂടെ ഉണ്ട്. അവിടെയും കത്തിക്കില്ല, കരിയാവുമ്പോണ്ട് കത്തിക്കില്ല. പിന്നെ നമ്മൾ ഏറ്റവും ബാക്കിൽ നമ്മൾ കറക്റ്റ് താഴെ വെച്ചിട്ടിരിക്കുന്ന ആ അടുപ്പിൽ മാത്രം നമ്മൾ കത്തിക്കുള്ളൂ കേട്ടോ. ചോറ് വയ്ക്കാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അടുപ്പ്, വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല. ചോറ് വയ്ക്കാൻ, വെള്ളം വെക്കാൻ അങ്ങനെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഗ്യാസ് തന്നെ ചെയ്യുന്നത്. അപ്പം വിറകിട്ടിട്ട് ആ ഒരു കത്തിച്ചിട്ടുള്ള ആ ഒരു കഞ്ഞി വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെയാണ്. നമ്മൾ ഗ്യാസിൽ കുറെ നേരം വെച്ചിട്ട് അതിന്റെ ടേസ്റ്റും വിറകിന്റെ അടുപ്പിലിട്ടിട്ട് അത് തിളച്ച് അതിന്റെ ഒരു ടേസ്റ്റും 2 വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തടുപ്പിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത് കേട്ടോ. ഹായ് പറ, ഹായ് പറടാ. ഇതിന്റെ മൈലേജ് കാണിച്ചു അമ്മ. ഇട്ടാ മൈലേജ് സൂപ്പറാണ് പറ. കാണിച്ചു കൊടുക്കും. മൈലേജ് കാണിച്ചു കാണിച്ചില്ല, ഞങ്ങക്ക് മൂടില്ല അല്ലേ. എന്തിട്ട് പ്ലീസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇപ്പൊ എന്താ പ്രശ്നം നിന്റെ? എന്താ പ്രശ്നം? അവൾക്ക് നേരെ റോട്ടിൽ കൂടെ പോണം, അതാണ് അവളുടെ പ്രശ്നം. പോവാട്ടോ. അങ്ങനെ നിത്ത് മൈലാഞ്ചി കാണിച്ചിരുന്നതാ. ഞാനിട്ട മൈലാഞ്ചിയാണ്. എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല കേട്ടോ. തട്ടിക്കൊട്ടി മൈലാഞ്ചിട്ട് നിത്ത് നീ പറ്റിച്ചേ. താമസിക്കണം, നമ്മൾ താമസിക്കണം. സീരിയസ് ആയിട്ട്. അങ്ങനെ സമയം 6 മണിയായി കേട്ടോ. അപ്പോൾ അമ്മമ്മ വിളക്കൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് വരുന്നുണ്ട്. അമ്മമ്മ ടൈമായി. അപ്പോൾ അമ്മമ്മയാണ് വിളക്ക് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നിധിന് മേലെല്ലാം കഴുകി കൊടുത്ത് അവൾക്ക് ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്ത് അവളുടെ കൂടെ കുറച്ച് നേരം അവളിഞ്ഞ് കളിക്കും കേട്ടോ. കളിച്ച് കുറച്ച് നേരം അവളിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഉറക്കം വരും. പിന്നെ അവൾ കിടന്നുറങ്ങും. അങ്ങനെ കഞ്ഞി സെറ്റ് ആയിരുന്നു. നമ്മുടെ ഫൈനൽ കഞ്ഞിയുടെ ലുക്ക് ഇതാണ്. കഞ്ഞിൻ്റെ ലുക്ക് കേട്ടോ.
ഇനി ഇതെടുത്ത് കഴിക്കണം. കണ്ടോ നല്ല ചൂടുണ്ട്, ആവിയെല്ലാം പറക്കണു. ക്യാമറയിലൊന്നും കാണുന്നില്ല ചൂട് കാരണം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നിത്തു കഴിക്കുമെന്ന് അറിയില്ല, കൊടുത്തു നോക്കണം. മെല്ലെ മെല്ലെ. മതി 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 ഉമ്മടുത്ത്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാ കേട്ടോ. ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമായി. ദേഷ്യം വരാൻ തുടങ്ങിട്ടോ. കുട്ടി എവിടെ? അമ്മയുടെ സ്വത്ത് എവിടെ? സുന്ദരി ഭാവി എവിടെ? എന്തിനാ ദേഷ്യം വരുന്നത്? ഉറക്കത്തിന്റെ മൂടായതുകൊണ്ട് ഭയങ്കര ദേഷ്യം വരില്ല. എണിച്ച് നടക്കണം അവൾക്ക് ഇങ്ങനെ. എന്തുമാ അങ്ങനെ കഞ്ഞിയോടെയൊക്കെ കഴിഞ്ഞൂടെ. കഞ്ഞിയോടി കാണിക്കാൻ പറ്റിയില്ല, കാരണം നിധി അപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നിത്തും ഭയങ്കര വാശിയായിരുന്നു. അവൾക്ക് കഞ്ഞി വേണ്ട പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. പിന്നെ അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. എപ്പോഴും ഉണ്ടാക്കി കൊടുക്കില്ല അവിടെ, എപ്പോഴെങ്കിലും ഇതുവരെ കഴിക്കാത്തപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ചെറുതായി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ, കുറച്ച് കൊടുക്കുന്നു മാത്രമേ. അപ്പോൾ അവൾക്ക് നൂഡിൽസ് ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. അവളത് കഴിച്ചു. അവൾ അങ്ങനെ കളിക്കാൻ പോയി. നിധി കരയാൻ തുടങ്ങി, അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.